കോടത്തൂർക്കുള്ള ബസ് ഉണ്ടാവും ഇപ്പോൾ? കോടത്തൂർക്കുള്ള ബസ് ഇട്ടാണെങ്കിൽ ഇപ്പോൾ 1 മണിക്കൂർ കഴിയും. നിങ്ങളൊരു കാര്യം ചെയ്തോളി, അവിടെ പോയി നിന്നോളി. അവിടുന്ന് ഏതെങ്കിലും വണ്ടി കിട്ടും, അതിൽ കയറി പോയാൽ മതി. ഓക്കെ. എന്താ പേര്? ഷജീർ. എവിടെയാ നാട്? വിലാതപുരം. ഇപ്പൊ എവിടുന്നാ വരുന്നത്? ആന്ധ്രാപ്രദേശിൽ നിന്ന് വരുന്നു. അപ്പൊ ഇപ്പൊ എവിടേക്കാ പോണത്? കോടത്തൂർക്ക്. കോടത്തൂർ ആരെ കാണാനാ? ഇയാളെ കാണാൻ വേണ്ടിട്ടാ. സലീം അലിയെ അറിയോ? ആ, അറിയാം. എന്തിനാ പുതിയ കഥ പറയാനാ? അല്ല, പഴയ കഥ പുതുക്കി വെക്കാനാ. മനസ്സിലായില്ല. എടോ, സലീം അലി എന്റെ ബാല്യകാല സുഹൃത്താണ്. എന്റെ ചങ്ക്. അവനെ കാണാൻ പോവാണ്. വർഷങ്ങൾക്ക് ശേഷം ആ സ്നേഹത്തണലിൽ ഒന്നുകൂടി വിശ്രമിക്കാൻ വേണ്ടിയിട്ട്. എന്തിനാ ഇത്ര വർഷം നിങ്ങൾ വേർപിരിഞ്ഞു നിന്നത്? അതൊരു വലിയ കഥയാണോ. ഹൃദയം തുറന്ന് പറയാൻ എനിക്കുണ്ടൊരു കൂട്ടുകാരൻ, സുഖദുഃഖം പങ്കുചേരാൻ അവനെന്നുമെൻ്റെ പ്രിയനാ. ഉരുകുന്നൊരെൻ്റെ ഹൃദയത്തിൽ അവൻ പൂമഴയായി പെയ്യും. സ്നേഹവാക്യം അവനെൻ്റെ കൽബിലെഴുതും. ഹൃദയം തുറന്ന് പറയാൻ എനിക്കുണ്ടൊരു കൂട്ടുകാരൻ. ചങ്ങാതിയുണ്ടേൽ കണ്ണാടി വേണ്ട എന്ന പഴമൊഴി പോ എന്നുമെൻ്റെ നിഴലായവനും കൂട്ടിനായെത്തും. സൗഹാർദ്ദമെന്ന വാക്കിനർത്ഥം പുലരുമിന്നോളം കാലത്തെന്നും
തേടിയണഞ്ഞു വന്നവനാ എന്റെ ആരും അറിയാത്ത അല്ല എന്താ കഞ്ചാവ് ബിസിനസ് ഒന്നുമില്ലേ? നിധി പോലെ കാത്തവനാ. ഞാൻ പോകുന്നു. തെറ്റിദ്ധരിക്കപ്പെട്ട ഈ നാട്ടിൽ ഇനി ഞാനില്ല. എല്ലാവരും എന്നെ ഒരു കള്ളന്റെ കണ്ണിലാണ് കാണുന്നത്. എല്ലാം കലങ്ങി തെളിഞ്ഞാൽ ഞാൻ വരും. സ്നേഹത്തോടെ, ഷജീർ. ചേരാൻ അവനെന്നുമെന്റെ പ്രിയനാ. ഇവിടെ ഇറങ്ങിയിട്ട് നേരെ പോവാ. നേരെ പോയിട്ട് ലെഫ്റ്റിലേക്ക് എടുത്തിട്ട് അവിടെയാണ് സലീം അലീന്റെ വീട്. ശരി. ഹലോ, സലീം അലിയുടെ വീടല്ലേ ഇത്? ആ അതെ. ആരാ? ഞാൻ പുള്ളിയുടെ ഒരു കൂട്ടുകാരനാ. അപ്പോയിൻമെന്റ് എടുത്തിട്ടുണ്ടോ? ഇല്ല, അപ്പോയിൻമെന്റ് എടുത്തിട്ടില്ല. അല്ലേ പറ്റില്ല, അപ്പോയിൻമെന്റ് എടുക്കാതെ പറ്റില്ല. എന്റെ ബാല്യകാല സുഹൃത്താ, ഒന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ കൂട്ടുകാരാന്നായിട്ട് പലരും വരുന്നുണ്ട്. അപ്പോയിൻമെന്റ് എടുക്കാതെ ഉള്ളി കയറാൻ പറ്റില്ല. ഇല്ല, എനിക്ക് ഇപ്പൊ തന്നെ കാണണം എന്റെ കൂട്ടുകാരനെ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമിടോ, അതൊന്നും പറ്റില്ലടോ. ഞാൻ പറയുന്നത് കേൾക്കും. അപ്പോയിൻമെന്റ് എടുത്ത് പിന്നെ വാ. എടോ, തന്നോടാ പറഞ്ഞു, ഒന്നിങ്ങോട്ട് മാറിക്കിടോ. അപ്പോൾ ഇതാണ് കഥ. സാറിന് താല്പര്യമാണെങ്കിൽ നമുക്ക് പിന്നീട് ഫുള്ളായിട്ട് സ്ക്രിപ്റ്റ് വായിച്ചിട്ട് പിന്നീട് ഒരു ദിവസം ഇരിക്കാം. ഏകദേശം ഇതിൽ 20ഓളം കഥാപാത്രങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ സാറിന് താല്പര്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാറിനെ കാണാൻ ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട്. ബാല്യകാല സുഹൃത്താന്നാ പറയണത്. അങ്ങനെ കടത്തി ഇവിടെ ഒന്നും വേണ്ട. അങ്ങനെ എത്ര ആൾ വരുന്നതാ? സാറ് കുറച്ച് തിരക്കിൽ. ഓക്കെ ഓക്കെ സാർ. ഓക്കെ സാർ. തന്നെ ഗേറ്റ് വിടണ്ടെന്നാ പറഞ്ഞത്. എനിക്ക് എന്തായാലും കാണണം. ഗേറ്റ് കണ്ടേ പറ്റൂ. മാറിക്കാം. ഹൃദയം തുറന്ന് പറയാൻ എനിക്കുണ്ടൊരു കൂട്ടുകാരൻ. സുഖദുഃഖം പങ്കുചേരാൻ അവനെന്നുമെന്റെ പ്രിയനാ. ഉരുകുന്നൊരെന്റെ ഹൃദയത്തിൽ അവൻ പൂമഴയായി പെയ്യും. സൗഹാർദ്ദ സ്നേഹവാക്യം